سلطان العارفين محمود الكريم الرفاعي قدس الله تعالى سره العزيز മഹാന്റെ സ്മരിക്കുന്നതായ ഒരു തിങ്കളും മഹാന്റെ വഫാത്ത് നടന്നതായ ഒരു തിങ്കളാണ് പരിശുദ്ധമായ ഈ ഒരു നാൾ അല്ലാഹു ഈ മഹാന്മാരെ ഒത്തുകൊണ്ട് ആ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ചുകൂടുന്ന അല്ലാഹു തആല ബുദ്ധിയും ഭാഗ്യവും അല്ലാഹു തആല നമ്മുടെ കുമാരൻ തന്നെ വിദ്യാസ മഹാന്മാരുടെ വലിയ വിഷയങ്ങൾ കേട്ടിരുന്ന വലിയ കരുണയുടെ ഒരു പ്രതീക കാരുണ്യത്തിന് വലിയ പേരെടുത്ത ഒരു മഹാനായിട്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ ആരിഫീൻ അബ്ദുൽ കരീം റിഫായി ഖദ്ദസല്ലാഹു തആല സറഹുൽ അസീസ് അവർക്ക് ഇടതായ ഡ്രസ് കമീസ് ഒരു പൂച്ച ഉറങ്ങിയപ്പോൾ ആ പൂച്ചയെ ഉറക്കിന്റെ വിശുദ്ധമാവാണ്ട് നിസ്കാരത്തെ സമയമാവുമ്പോൾ കൈയുടെ ഭാഗത്തിൽ ഉറങ്ങിയതായ പൂച്ചയെ ഒന്നും തൊടാണ്ട് ആ കൈ നല്ല കട്ടാക്കിയിട്ട് കൈയില്ലാതെ അഥവാ കൈയിലെ ആ ഒരു ഭാഗമില്ലാത്ത ഡ്രസ്സും ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അബ്ദുൽ കരീം റിഫായി ഖദ്ദസല്ലാഹു തആല സറഹുൽ അസീസ് നിസ്കാരത്തിൽ പോയതായ ചരിത്രം മഹാന്മാരിലുണ്ട്. അതേപോലെ റായയിലെ ശരീരത്തിൽ ഉണ്ടായിട്ട് ദുർവാസന വന്നോയിന്നത്തെ എല്ലാവരും നെറ്റിലേക്കാക്കപ്പെട്ട ഒരു നായിലെ എല്ലാവരും ആട്ടി ഓടുപാട്ടിയപ്പോൾ ആ ഓടുപാട്ടി ജാതിയെത്തിട്ട് മറുഭൂമിയെത്തിട്ട് അതിന് വേണമായ പ്രത്യേകമായ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് നിരന്തര 40 നാളും അതിന് വേണമായ എല്ലാ ഔഷധികളും എണ്ണകളും തേവാട്ടിട്ട് നല്ല വെച്ചതത്തിൽ അതിനെ കുളിപ്പാട്ടിട്ട് അതിന് നല്ല ആരോഗ്യവന്തനായ ഒരു നായിയായിട്ട് വന്നിട്ട് റായത്തിൽ കുട്ടകത്തെ മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അബ്ദുൽ കരീം റിഫായി ഖദ്ദസല്ലാഹു തആല സറഹുൽ ആധുനിക ജഗത്തിൽ ഞങ്ങളുടെ ചുറ്റുമുള്ളെല്ലാം പല വിധത്തിൽ ഹിംസ നടക്കുന്നത് ഞങ്ങളെ കണ്ടുമുട്ടുന്നത് കണ്ണാട് അനുഭവപ്പെടുന്നു. ഈ അടുത്തായിട്ട് പൈനാപ്പിളിലും ചെറിയ സ്ഫോടന വസ്തു വെച്ചിട്ട് ഒരു ആനയ്ക്ക് കൊടുത്തിട്ടു ആന മരിച്ചു പോയ ചരിത്രം കേൾക്കാം. എത്രയോ കാലക്കാലമൊക്കെ അങ്ങനെ എന്റർടൈൻമെന്റ് വേണമായിട്ട് നായയുടെ കത്തുക വല്ലി കിട്ടിയിട്ട് അതിന്റെ സ്കൂട്ടറിൽ കിട്ടിയിട്ട് നായയുടെ സ്പീഡായിട്ട് വലിച്ചോണ്ട് പോകുന്നതിന്റെ വീഡിയോസുകൾ കോമഡിയായിട്ട് അധികാരികളുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ കരുണ എന്താണെന്ന് നമുക്ക് ഏറ്റവും വലിയ മോഡലായിട്ട് കണ്ട ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അബ്ദുൽ കരീം റിഫായി ഖദ്ദസല്ലാഹു തആല സറഹുൽ അസീസ് പലപ്പോഴും ഞങ്ങൾ അവർക്ക് ചെറിയ ചെറിയ രൂപങ്ങൾ ചെറിയ ചെറിയ ജീവജാലങ്ങൾ ഇരിക്കും അതിനെ അങ്ങനെ നാശമാക്കുന്നതിനെക്കാട്ടി മുതലായി ഇസ്ലാം മുഹമ്മദ് അൽ-അസ്റാരി റളിയല്ലാഹു അൻഹു 5ാം ശതമാനത്തിൽ ജീവിച്ച വലിയ മഹാൻ മാത്രമല്ല എത്രയോ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയ മഹാൻ ഖുർആനുണ്ടായി. ഈ പരിശുദ്ധമായ ഗ്രന്ഥം അല്ലാതെ ഗ്രന്ഥ ഖുർആനായിട്ട് അല്ലാഹു തആല സെലക്ടാക്കാനായിട്ട് കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദ് അൽ-അസ്റാരി റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തമായ ഗ്രന്ഥം അതിൽ ചെല്ലാത്ത പ്രസ്താവനയാകാത്ത ഒരു വിഷയവും ഇല്ല. ആ ഖുർആനാവത്തേവരെ മഹാന്മാരായ ഉലമാ ജഗത്ത് അത്രയും വലിയ പ്രാശസ്ത്യം കൊണ്ടതല്ലേ. ഹുജ്ജത്തുൽ ഇമാം മുഹമ്മദ് അൽ-അസ്റാരി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയപ്പോൾ ശിഷ്യന്മാർ ദിനാവ് കേട്ടാലുള്ള മാ ഫഅലല്ലാഹു ബിക നിങ്ങൾക്ക് അല്ലാഹു ഏത് രൂപത്തിൽ വർദ്ധനാക്കിയാണ് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദ് അൽ-അസ്റാരി റളിയല്ലാഹു അൻഹു ചന്തമലക്ക നാളെ അതാകിന്റെ നാളെ ആഗ്രഹത്തേക്കിന്റെ നാളെ ഇന്ത്യയിലെ പ്രത്യേക ആഗ്രഹത്തെ പേരുകൊണ്ട് അല്ലാഹു തആല ക്ഷമിച്ചിരുന്നല്ല. ബഹുമാനപ്പെട്ട മഹാൻ ചന്തമലക്ക നാളെ ഒരു നാൾ ഗ്രന്ഥരചനകൾ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ പണ്ടത്തെ ഈ അഥവാ ഒരു പീസ് അത് കട്ടിയായിട്ട് ഒരു പേനയായിട്ട് ഫലമായിട്ട് മസിയ കൂപ്പി മുട്ട വെച്ചിട്ട് നാടിനെ ഏറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ഈ കട്ടിട മുട്ട തന്റെ ഈ മറത്ത കൂട്ട മുട്ട ചെറിയ
ചെറിയൊരു എറുമ്പ് പോലുള്ള ചെറിയൊരു ഈപ്പ പോലുള്ള വസ്തു വന്നിട്ട് അതിനെ എനിക്ക് ഇങ്ങനെ കുടിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞാൻ ആ സന്ദർഭത്തിലെ എന്റെ നിപ്പാട്ടിയെ കാരണം എനിക്ക് എന്തെങ്കിലും ദാഹിച്ചിരിക്കൂ ഇതിനെ അധികത്തോട് ഇത് കുടിക്കട്ടെ എന്നിട്ട് നാളെ കുറ്റത്തിന്റെ പേരിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് കരുണ കാട്ടിയാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹു മഹാന്റെ ചരിത്രത്തിനോടാണ് ഒരു സന്തോഷീകൾ ചിലപ്പോൾ വാഷ് ബേസിൽ കൈകൾ പോവാ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ജീവജാലം കാണുമോ വെടിച്ച് ആത്മീയതയെ ചാറ്റിയായിട്ടതെ ഇല്ലാമാകാനുള്ള ബദലിൽ എന്തെങ്കിലും അന്യമാർഗങ്ങൾ സ്വീകരിച്ചിട്ട് അതിലെ പക്കത്തിലേക്ക് പോയി വിടുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. ഒരു അങ്ങാടിയിൽ നിന്നിട്ട് ഒരു ചെറിയ സ്വീറ്റ് എടുത്തിട്ട് എത്രയോ ദൂരത്ത് നടന്നു പോയിട്ട് ഔത്ത് വിരിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് സ്വീറ്റിൽ എറുമ്പുകൾ കാണി ആ മഹാൻ തിരിച്ചിട്ട് അതേ നടത്തവിടെ നടന്നത് കിലോമീറ്റർ നടത്താം പോയിട്ട് അങ്ങോട്ട് ചെന്ന് നാളെ നിന്നോട്ട് പർച്ചേസ് ആക്കിയ സ്വീറ്റ് മാത്രമാണ് ഇതിൽ നോക്കുമ്പോ എറുമ്പുകളുണ്ട്. ഈ എറുമ്പുകളെ ചിലപ്പോ കുടുംബങ്ങൾ ഇതിലെ മക്കൾ ഇതിലെ ചെല്ലിമാർ പുല്ലിമാർ ഈ പ്രദേശത്തിലേക്ക് ഇതിനാണ് എറുമ്പുകാർ അന്യായമായി പോവുന്ന പേരിൽ ഇതിനാണ് ഈ പക്കത്തിയെ കൊണ്ട് നോക്കുകൊണ്ടുള്ള ഇത്രയും സൂക്ഷ്മ ജീവിതത്തിൽ മാറാനാക്കി ഒരുപാട് മഹാന്മാരുടെ ജീവിതത്തിൽ കാണുന്ന ശൈഖ് റിഫായി ഒരു വെയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു പക്ഷി ആ ശൈഖ് റിഫായിയുടെ കമീസിലെ മുട്ട വന്നിട്ട് മഹാൻ മനസ്സിലാവൂ ഈ വെയിൽ സഹിക്കുക വേണ്ടിയിരിക്കൂ ഈ ചെറിയ പക്ഷി തന്റെ കമീസിൽ വന്നിട്ട് ആശ്രയപ്പെടുന്നുള്ളേ അതുകൊണ്ട് എത്ര കടൽ പടയേണ്ടി ചെന്നിട്ട് ആ വെയിൽ വടങ്ങിട്ട് ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി ഖദ്ദസല്ലാഹു തആല സിറഹുല്ലദീ പരിശുദ്ധ മുഅ്മിനീങ്ങളെ എത്ര കാരുണ്യമാണ് ഈ ബീനായികളും കാട്ടങ്ങളും പട്ടണങ്ങളിൽ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ വേറുണ്ട്. ഒരു ജീവിൽ നിന്ന് ഉപദ്രവം പോയിട്ടുണ്ടെങ്കിൽ അതിലെ യഥാർത്ഥമായ കൈകാര്യമായ മാർഗങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അന്യഥ ഒരു ഉപദ്രവമാകാത്ത ഒരു ജീവിയെ വെറുതെ കല്ലടിച്ച് ഓടുവാട്ടെ അതിന്റെ തൊണ്ടന കൊടുക്കണേ അതൊരിക്കലും പരിശുദ്ധ ദീൻ അംഗീകരിക്കില്ല. പരിശുദ്ധ മുഅ്മിനീങ്ങളെ ബീനായികൾ ഒരു പക്കത്തിൽ വന്നിട്ട് യാതൊന്നില്ലാത്ത പാടുവിട്ടതായ ഒരു ഔത്ത് വന്നിട്ട് ആ ഔത്തുള്ള കുറേ വേസ്റ്റുകൾ കുറേ ആഹാരങ്ങൾ തിന്നോണ്ടിരിക്കുന്ന സമയത്തിൽ ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ആ ഔത്ര കേട്ടറായിൽ പോയി നിൽക്കണേ എന്തിയുണ്ട് ആ കാലിൽ വേറെ ആരും പറമ്പോ ആ കിറുബേ ആരെങ്കിലും വന്നെങ്കിൽ അവിടെ പട്ടോടെ ഹെജ്ജ കേട്ടിട്ട് ഈ വചനത്തിൻ്റെതായ ജീവിത ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയില്ല. അവിടെ ആ ജീവികൾ ആഹാരം തിന്നതോടോ ബഹുമാനപ്പെട്ടവർ ഗേറ്റ് കീപ്പറായിട്ട് ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി പരിശുദ്ധ മുഅ്മിനീങ്ങളെ മഹാന്മാർ അങ്ങനെയിട്ട് അല്ലാഹുവിന്റെ കടപ്പെട്ട് വലിയ കാരുണ്യമുള്ളവനാണ്, റബ്ബുടെ കടപ്പെട്ട് വലിയ കൃപയുള്ളവനാണ്. അത് ഏത് ആത്മാവാവട്ടെ ദീനിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ ക്രിസ്ത്യൻ ധർമ്മം സ്വീകരിച്ചവന്റെ എത്രയോ വിധവന്മാരെ എത്രയോ ഉമ്മയില്ലാത്ത പെൺമക്കു ബഹുമാനപ്പെട്ട റബ്ബ് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു അവർക്ക് നന്മയാക്കിയ പേരിൽ എത്രയോ ആത്മാർ ആയിരക്കണക്കുള്ള ആത്മാർ പരിശുദ്ധ ദീനിൽ കടന്നു വന്ന ചരിത്രങ്ങൾ മഹാൻ ജീവിതത്തിൽ ചെറുകൊണ്ട് പരിശുദ്ധ മുഅ്മിനീങ്ങളെ ആ രൂപത്തിൽ തൊണ്ടയില്ലാതെ മുഅ്മിൻ അൽ മുസ്ലിം മൻ സലിമ അൽ മുസ്ലിമൂന ബിൽ ലിസാനിഹി വയദിഹി ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ നാവ് കൊണ്ട് നിന്റെ കൈ കൊണ്ട് ഒരാൾക്കും ഡിസ്റ്റർബൻസ് ആവില്ലായിരുന്നെങ്കിൽ നീനാണ് യഥാർത്ഥ മുഅ്മിൻ, നീനാണ് യഥാർത്ഥ മുസ്ലിമൂൻ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ നല്ല പ്രാണങ്ങൾ നമുക്ക് ഈ തിങ്ങല് ഞങ്ങളുടെ പാഠമാവട്ടെ മാതൃകയാവട്ടെ മഹാന്മാർ നടക്കുമ്പോൾ ഞങ്ങളുടെ ജീവന ശൈലികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗമാവട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ മരണപ്പെട്ടു പോയ വിരുസത്തെ ഉസ്മാന ചെല്ലനായ വ്യക്തിത്വമായിട്ട് നാളുടെ ചെറിയ ഉദാഹരണമായിരിക്കുമ്പോൾ ആരും നമ്പറാക്കാത്ത മനുഷ്യ എല്ലാവർക്കും എന്ത് ചെണ്ടെങ്കിലും ഗൗരവമുള്ള വിഷയത്തിലെങ്കിലും ചിരിച്ചിട്ട് ചെന്നോ ഇങ്ങനത്തെ ഒരു നല്ല വ്യക്തിത്വ അല്ലാഹു റഹ്മത്തിൽ യാത്ര ചെയ്ത് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അയാളാക്കിയ എല്ലാ ഹസനാത്തുകളും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാ സയ്യിഅത്തുകളും അല്ലാഹു വിട്ടുകൊടുത്തു മാഫാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഉസ്മാന അതേപോലെ റൗദത്തിൽ വെച്ച് മരണപ്പെട്ടു പോയി മർഹൂം അബ്ദുൽ ഹമീദ് ചെന്നകത്തെ സലാം ചെന്നകത്തെ സഹോദര ഞങ്ങളെ ഈ പള്ളിയിൽ വന്നിട്ട് എത്രയോ വട്ടം നിസ്കരിച്ച ആളാണ്. ഞങ്ങളെ എല്ലാ ദിക്റുകളും ദുആയിലും സ്വലാത്ത് മജ്ലിസും എല്ലാത്തിലും ബാക്കിയായ ഓരോന്നും റാത്തിയിലും അതിൽ ജീവിച്ച നല്ല നല്ല ആൾമാർ നല്ല
പക്കൽ വെച്ച് മരണപ്പെട്ടാൽ സുന്നത്ത് ജമാഅത്ത് ഹക്ക് ചെന്നർക്ക് വേറെ എന്തും തെളിവ് അകത്തിയില്ല. സ്വലാത്ത് ചെന്നല്ല, ദിക്ർ ചെന്നല്ല, റാത്തി ഓതിയ അങ്ങനെ റൗളത്തിൽ പോയി റൗളത്തൗല സുജൂദിൽ മരണപ്പെട്ടാൽ കണ്ടെങ്കിൽ അതത്ര വലിയ പുണ്യ, അതത്ര വലിയ ഭാഗ്യ വേറെ എന്തുകൊണ്ട് വിശുദ്ധ മുഅ്മിനീങ്ങളെ എല്ലാവരും പോണ്ടക ഇണ്ടല്ലെങ്കിൽ നല്ലവും പോണ്ടക ഇണ്ടല്ലെങ്കിൽ ഞങ്ങളുടെ മൗതു നല്ലൊരു ജാഗില്, നല്ലൊരു പക്കത്തിൽ ആരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല ജാഗില് മരണപ്പെട്ടു പോയാൽ കണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും ദുആ അൽഹംദുലില്ലാഹ് അങ്ങനത്തെ വലിയ ഭാഗ്യമുള്ള ആളാണ് അബ്ദുൽ ഹമീദ് എന്ന സഹോദരൻ. അല്ലാഹുവേ ബർസഖിയായ ദൈവമേ ഖൈറാക്കണേ അല്ലാഹ്, നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്, കുടുംബക്കാരുടെ നീ ക്ഷമ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീം. അല്ലാഹു സ്വല്ലി അലാ നബിയിൽ മുസ്തഫ ഹബീബില്ലാഹി സയ്യിദിനാ മുഹമ്മദ് നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. أسألك يا ربنا يا الله يا الله يا الله أن نعلم من زوال الإيمان من شر الشيطان ومن ضلال السلطان يا قديم الإحسان يا غاية المعروف يا غاية الكل إياك نعبد وإياك نستعين. أسألك يا ربنا يا الله يا الله يا الله أن نعلم من زوال الإيمان من شر الشيطان ومن ضلال السلطان يا قديم الإحسان يا غاية المعروف يا غاية الكل إياك نعبد وإياك نستعين. أسألك يا ربنا يا الله يا الله يا الله اللمان من زوال الإيمان ومن شر الشيطان ومن السلطان يا قديم الإحسان يا غاية المعروف يا غاية الكل إياك نعبد وإياك نستعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس ويزيد في الناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ الخيرات ما قرأنا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أموات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين. اللهم بجاهك سيدنا سر همومنا واشف همومنا واهد ديوننا واشف مرضانا وارحم موتانا يا رب العالمين. وإلى أموات سائر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. آمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وسلم على محمد. الحمد لله. السلام عليكم ورحمة الله وبركاته.
Thank you.